ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നക്ഷത്ര 1111ലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നിങ്ങളുടെ ബ്ലെസ്സിങ്സ് എന്താണ് എന്ന് നോക്കാം. അതുപോലെ ഇന്ന് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് എന്താണെന്നും നോക്കാം. ഈ സമയത്തെ നിങ്ങളുടെ എനർജി എന്താണ് എന്ന് നോക്കാം. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അതിനാൽ നിങ്ങളുടെ സാഹചര്യങ്ങളുമായിട്ട് പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുക. ഫോഴ്സ്ഫുള്ളി ഒരു കാര്യങ്ങളും അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്. ഈ ഒരു റീഡിംഗ് നിങ്ങളുടെ മുന്നിൽ എപ്പോൾ വന്നാലും അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസണേറ്റ് ആവുന്നതാണ്. നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. ആദ്യമായിട്ടാണ് ഈ ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാനും പറ്റും. അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ്, എന്ത് ബ്ലെസ്സിങ്സ് ആണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ കുറേ ആൾക്കാർക്ക് നിങ്ങൾക്ക് നീതി കിട്ടിയില്ല എന്നുള്ളതിൻ്റെ ഒരു വിഷമത്തിൽ നിങ്ങൾ ഇരിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾക്ക് നേരിടേണ്ടി വന്ന വേദനകൾക്ക്, നിങ്ങൾക്ക് നേരിടേണ്ടി വന്ന ആ ഒരു ചീറ്റിങ്ങിന്, നിങ്ങളുടെ കഷ്ടപ്പാടിനൊക്കെ നീതി ലഭിക്കാത്തത് എന്ത് എന്നോർത്ത് നിങ്ങളിവിടെ വിഷമിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ചില ആൾക്കാർക്ക് ഇത് കോടതി സംബന്ധമായ എന്തോ ഒരു കാര്യത്തിനായിരിക്കാം. അപ്പോൾ ഇവിടെ നിങ്ങൾ നല്ല കർമ്മം ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ജസ്റ്റിസ് കിട്ടുമെന്നുള്ളതാണ്, സത്യം ജയിക്കുമെന്നുള്ളതാണ്. ചില ആൾക്കാർക്ക് നീതി കിട്ടാത്തത് ചിലപ്പോൾ റിലേഷൻഷിപ്പിലായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ അറിയാതെ എന്തെങ്കിലും സംഭവിച്ചതിലായിരിക്കാം. അങ്ങനെ എന്താണെങ്കിലും നിങ്ങൾ ഇവിടെ വിഷമിക്കേണ്ടതില്ല എന്നുള്ളതാണ്. കാരണം നിങ്ങൾക്ക് നീതി ഉറപ്പാണ്. അതിൽ ഒരു വിഷമവും വേണ്ട, ഒരു ടെൻഷനും വേണ്ട. മാത്രമല്ല ഈ സമയം നിങ്ങൾക്കൊരു ക്ലാരിറ്റിയൊക്കെ കിട്ടുന്നുണ്ട്. നിങ്ങൾ ക്ലാരിറ്റി വേണമെന്ന് ആഗ്രഹിച്ച ഏതോ ഒരു കാര്യത്തിന് നിങ്ങൾക്ക് ക്ലാരിറ്റി ലഭിക്കുന്നുവെന്നും കാണുന്നുണ്ട്. അതുപോലെ ഇവിടെ 3 ഓഫ് സോർഡ്സിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. അതായത് ഇവിടെ നിങ്ങൾ വിഷമിച്ചിരുന്ന ആ ഒരു കാര്യം, അതിൽ നിന്നും നിങ്ങൾക്ക് ശരിക്കും ഇവിടെ നിങ്ങൾ പുറത്ത് കടക്കുന്നു എന്നുള്ളതാണ്. കുറേ ആൾക്കാരും വളരെ ഹാർട്ട് ബ്രേക്കിലൂടെ കടന്നു പോകുന്നു എന്നാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതിൽ നോക്കുവാണെങ്കിൽ കാണാം, ഇതിൽ ശരിക്കും നമ്മളുടെ ആ ഒരു ഹൃദയം എടുത്തു വെച്ച് 3 വാളിങ്ങനെ കുത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളെ കുറേ ആൾക്കാർ പറ്റിച്ച് നമുക്ക് മാറിപ്പോകാൻ പറ്റാത്ത വിധം ഒരു ട്രാപ്പിലാക്കി നമ്മളെ കുറേ ബുദ്ധിമുട്ടിച്ച, അല്ലെങ്കിൽ മാനസികമായും അല്ലാതെയും ഒക്കെ ചില വ്യക്തികൾ വേദനിപ്പിച്ചിട്ടുണ്ടാവാം. അപ്പോൾ അത്തരത്തിൽ ആ ഒരു വേദനയിൽ ഇരിക്കുന്നു എന്നാണ് ഇതിൽ കുറേയധികം ആൾക്കാരും എന്നാണ്. ഇത് ചിലപ്പോൾ ചിലർക്ക് പാസ്റ്റ് എനർജി ആയിരിക്കാം. പാസ്റ്റിൽ ഇങ്ങനെ നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ടായിരിക്കാം. അതിൽ നിന്ന് നിങ്ങൾ മാറിപ്പോകുന്ന ഒരു അവസ്ഥയിലുമായിരിക്കാം നിങ്ങൾ ഈ ഒരു സമയം. പക്ഷേ വളരെ വലിയ ആ ഒരു ഹാർട്ട് ബ്രേക്കിലൂടെ കടന്നു പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങളെ വിഷമിപ്പിച്ച, നിങ്ങളെ വേദനിപ്പിച്ച, അല്ലെങ്കിൽ നിങ്ങളെ ട്രാപ്പിലാക്കിയ ഈ ആൾക്കാരെല്ലാം നിങ്ങളുടെ കാർമിക്കായിട്ടുള്ള ആൾക്കാരാണ്. നമ്മൾ എപ്പോഴൊക്കെയോ കർമ്മം കൊടുത്ത ആൾക്കാർ ഈ ഒരു ജന്മത്തിൽ നിങ്ങൾ ചിലപ്പോൾ ക്ലെൻസിങ് ഒക്കെ ചെയ്യുന്നവരാകാം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അവർ നമ്മളിലേക്ക് വന്ന് നമ്മളെ പറ്റിക്കുകയും ചതിക്കുകയും വേദനിപ്പിക്കുകയും ഒക്കെ ചെയ്യും. അപ്പം അവരുടെ ആ ഒരു കർമ്മം കഴിഞ്ഞിട്ട് തിരിച്ചു പോകും. അപ്പോൾ ഇതേ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ചില ആൾക്കാരുടെ ഒരു എനർജിയാണ് ഇത്. പക്ഷേ ഇതിനകത്ത് നിങ്ങൾ എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടതെന്നുള്ള ആ ഒരു ഗൈഡൻസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ദൈവം തന്നെ കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഇതൊക്കെ കടന്നു പോകും, അല്ലെങ്കിൽ ഈ ഒരു വഴിയിലൂടെ നടക്കുക, അങ്ങനെയൊക്കെ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് കാര്യത്തിനാണോ ഇവിടെ വിഷമിച്ചിരിക്കുന്നത്, അതിന് നിങ്ങൾ അർഹിക്കുന്ന ആ ഒരു നീതി നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. പിന്നെ ഇവിടെ നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസിൻ്റെ ഒരു എനർജി ഉണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ശരിക്കും ഒരു ഓഫറുമായിട്ട് ആരോ വരുന്നുണ്ട്. ഈ ഒരു നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുന്നത്
വളരെ സ്പീഡിൽ സഞ്ചരിക്കുന്ന ഒരു എനർജിയാണ്. അപ്പോൾ നിങ്ങളുടെ ഈ ഒരു നെഗറ്റിവിറ്റി അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെയുള്ള നെഗറ്റീവായിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ നിങ്ങളോട് ശത്രുതയുള്ള ആൾക്കാരൊക്കെ പെട്ടെന്ന് നിങ്ങളിൽ നിന്ന് പോകും. നിങ്ങളുടെ ആ ഒരു എനർജി ലെവലൊന്ന് നിങ്ങൾ വർദ്ധിപ്പിച്ചാൽ മാത്രം മതി എന്നുള്ളതാണ്. അതുപോലെ ഫിനാൻഷ്യൽ ഇഷ്യൂസിലൊക്കെ ഇരിക്കുന്ന ആൾക്കാർ, നഷ്ടത്തിലൊക്കെ ഇരിക്കുന്ന ആൾക്കാർ മനസ്സിലാക്കുക, നിങ്ങൾക്ക് നഷ്ടങ്ങളൊക്കെ മാറി ആ ഒരു നഷ്ടങ്ങളൊക്കെ ലാഭമാക്കി മാറ്റാൻ പറ്റുന്ന ഒരു സമയമാണ്. മാത്രമല്ല നിങ്ങളുടെ ഈ ഒരു സ്ട്രഗിൾസിനൊക്കെ ഇവിടെ അവസാനം ഉണ്ടാകുന്നു എന്നുള്ളതാണ്. നിങ്ങൾക്കൊരു അബൻഡൻസ് വരുന്ന ഒരു സമയം കൂടിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിൽ നിങ്ങൾക്കൊരു നല്ലൊരു ഓഫറുമായിട്ട് ആരോ വരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് റിലേഷൻഷിപ്പിലൊക്കെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ചിലപ്പോൾ ആ ഒരു വ്യക്തി തന്നെ തിരിച്ചു വരുന്നതാവാം, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ മറ്റൊരാൾ നിങ്ങൾക്കൊരു ഓഫറുമായിട്ട് വരുന്നതാകാം. അതല്ല നിങ്ങൾക്കിപ്പോൾ കരിയറിലാണ് എന്തെങ്കിലും തരത്തിൽ പ്രശ്നമുണ്ടായിട്ടുള്ളത് എങ്കിൽ, നിങ്ങൾ എൻജോയ് ചെയ്തിരുന്ന ജോലിയൊക്കെ നഷ്ടപ്പെട്ട് നിങ്ങൾക്ക് പോയിട്ടുണ്ടെങ്കിൽ അത്തരത്തിൽ നല്ലൊരു കരിയർ ഓഫർ നിങ്ങൾക്ക് വരുന്നതുമാകാം. അപ്പോൾ നിങ്ങൾ ഏറ്റവും സന്തോഷത്തോടെ ജോലി ചെയ്യാൻ പറ്റുന്ന, സമാധാനപൂർണമായ ഒരു അന്തരീക്ഷത്തിൽ ജോലി ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഓഫർ അത് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു വിഷമത്തിൻ്റെ എനർജിയിലൊക്കെ ഇരുന്നാൽ, അതായത് ഇവിടെ 5 ഓഫ് കപ്സിൻ്റെ ഒക്കെ ഒരു എനർജി ഉണ്ട്. അപ്പോൾ അത്തരത്തിൽ നിങ്ങൾ വിഷമത്തിൻ്റെ ഒരു എനർജിയിൽ ഇരുന്നാൽ നിങ്ങൾ വീണ്ടും വീണ്ടും അട്രാക്റ്റ് ചെയ്തെടുക്കുന്നത് വിഷമങ്ങൾ മാത്രമായിരിക്കും, അല്ലെങ്കിൽ നെഗറ്റീവ്സ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ആ ഒരു ആറ്റിറ്റ്യൂഡ് ഒന്ന് ചേഞ്ച് ചെയ്ത് നിങ്ങൾ പോസിറ്റീവായിട്ട് ഇവിടെ ഇരിക്കാൻ ശ്രമിക്കുക എന്നാണ് നിങ്ങൾക്ക് നൽകുന്ന ഒരു മെസ്സേജ്. പിന്നെ ഇവിടെ 6 ഓഫ് കപ്പിൻ്റെ ഒരു എനർജി ഉണ്ട്. അപ്പോൾ ഇതിൽ കുറേ ആൾക്കാർക്ക് നിങ്ങളുടെ പാസ്റ്റ് ലൈഫുമായി ബന്ധപ്പെട്ട ആരോ നിങ്ങളിലേക്ക് വരുന്നുണ്ട്. പാസ്റ്റിൽ നിങ്ങൾ ചെയ്ത കർമ്മത്തിൻ്റെ ഫലമായിട്ട് അത് കാരണം അത് നല്ലൊരു പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് ആയിരിക്കാം നിങ്ങളിലേക്ക് എത്തുന്നത്. അവർ മൂലം ഏതെങ്കിലും വ്യക്തികൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് അത്തരത്തിൽ നല്ലൊരു പോസിറ്റീവായിട്ടുള്ള റിസൾട്ടുമായിട്ടായിരിക്കാം. അപ്പോൾ ഏതെങ്കിലും വ്യക്തികൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ, ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരുന്നതോടുകൂടി നിങ്ങളുടെ ഈ ഒരു ഡ്രോമയെല്ലാം മാറും എന്നുള്ളതാണ്. നിങ്ങളുടെ ഈ ഒരു പ്രശ്നങ്ങളൊക്കെ മാറി പോകാനുള്ള സാധ്യതയാണ്. അങ്ങനത്തെ ഒരു എനർജിയാണ് ഇതിനകത്ത് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ പുതിയ വ്യക്തികൾ ആരെങ്കിലും വരുമ്പോൾ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത് നോക്കണം. അതായത് ഈ ഒരാൾ എൻ്റെ ജീവിതത്തിൽ വന്നതിന് ശേഷം വന്ന മാറ്റം എന്താണ്. അതായത് പെട്ടെന്നൊരാൾ വന്ന് അപ്പം തന്നെ നമുക്കൊരു മാറ്റം വരണമെന്നല്ല. നമ്മൾ കുറച്ച് ദിവസം, അതായത് ഒരു 41 days ഒക്കെ നമ്മളൊന്ന് നോക്കുക. ഈ ഒരു വ്യക്തി എൻ്റെ ജീവിതത്തിൽ വന്നതിന് ശേഷം എനിക്ക് പോസിറ്റീവാണോ അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള റിസൾട്ടാണോ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതിനനുസരിച്ച് വേണം അവർ നമ്മുടെ കൂടെ ഇനി വേണോ അല്ലെങ്കിൽ വേണ്ടയോ എന്ന് തീരുമാനിക്കാനായിട്ട്. അപ്പോൾ അത് നിങ്ങൾ തന്നെ സ്വയം മനസ്സിലാക്കി തീരുമാനിക്കുക. പിന്നെ ഇവിടെ 3 ഓഫ് വാൻസിൻ്റെ ഒരു എനർജി ഉണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾ ഓവർ തിങ്ക് ചെയ്യുന്ന ഒരു എനർജിയാണ്. നിങ്ങൾ ഇപ്പോൾ എനർജി കൈകാര്യം ചെയ്യുന്ന ആളുകളാണെന്നുള്ളതാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത്. അവരാണ് ഓവർ തിങ്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ചില കാര്യങ്ങളിൽ നമ്മൾ പെട്ടെന്ന് തീരുമാനമെടുത്തില്ലെങ്കിൽ ഒരിക്കലും അതിന് നമുക്ക് പിന്നീട് തീരുമാനമെടുക്കാൻ കഴിയില്ല. അതായത് നമ്മളിപ്പോൾ ഒരു കാര്യം തീരുമാനിച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് നടക്കും. അതായത് നമ്മൾ പെട്ടെന്ന് തീരുമാനിക്കുകയാണ് ഈ ഒരു കാര്യം ചെയ്യണം. അങ്ങനെ നമ്മൾ പെട്ടെന്ന് തീരുമാനിച്ച് അന്നേരം തന്നെ അത് ചെയ്യുകയാണെങ്കിൽ അത് നടക്കും. അല്ലാതെ നമ്മൾ ആലോചിച്ച് ഇങ്ങനെ ഇരുന്നാൽ ആ ഒരു കാര്യം നടക്കൂല. അപ്പോൾ ഈ ഒരു സമയം നിങ്ങളുടെ കയ്യിലുള്ള ആ ഒരു കഴിവ്, ആ ഒരു മാജിക്ക് നിങ്ങൾക്ക് വേണ്ടി ഇവിടെ പ്രയോഗിക്കാനാണ് നിങ്ങളോട് പറയുന്നത്. ഇതിൽ കൂടുതൽ ആൾക്കാർക്കും ഒരു യാത്ര വേണോ വേണ്ടയോ എന്നൊക്കെ നിങ്ങൾ ആലോചിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ അങ്ങോട്ട് പോകണോ വേണ്ടയോ അല്ലെങ്കിൽ എപ്പോൾ പോകണം എന്നൊക്കെ ആലോചിച്ച് ഇവിടെ കൺഫ്യൂസ്ഡ് ആണെന്നാണ് കാണുന്നത്. അപ്പോൾ ഇതിൽ എനർജി കൈകാര്യം ചെയ്യുന്ന കുറച്ച് ആൾക്കാർ,
അതായത് ഒരു മാജിക്ക് കാണിക്കാൻ പറ്റുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അപ്പോൾ അവർ സ്വന്തം കാര്യത്തിൽ നിങ്ങൾക്ക് ഈ ഒരു മാജിക്ക് പ്രവർത്തിപ്പിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. നമുക്ക് മറ്റുള്ളവരുടെ ജീവിതത്തിൽ മാജിക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. പക്ഷേ ഇതിൽ സ്വന്തം കാര്യത്തിൽ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആകുന്ന ആൾക്കാരുടെ ഒരു എനർജിയാണ്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു എനർജി നിങ്ങളിലേക്ക് കൂടി നിങ്ങളൊന്ന് പാസ് ചെയ്യുക. നിങ്ങൾ മെഡിറ്റേഷനിലൊക്കെ ഇരുന്നിട്ട്, അതായത് പ്രാണായാമം ഒക്കെ ചെയ്തിട്ട് നിങ്ങൾ ആ ഒരു എനർജി സ്വീകരിക്കുക. നിങ്ങളുടെ എല്ലാ കാര്യങ്ങൾക്കും ഇവിടെ ഒരു ക്ലാരിറ്റി കിട്ടാൻ ഇത് നിങ്ങൾക്ക് സഹായം ചെയ്യും എന്നുള്ളതാണ്. പിന്നെ ഇവിടെ കിങ് ഓഫ് പെൻറ്റക്കിൾസിൻ്റെ ഒരു എനർജി ഉണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങളൊരു വീട് വയ്ക്കാനൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളൊരു സ്ഥാപനം തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പ്ലാനൊക്കെ നിങ്ങൾ വരച്ചിരിക്കുന്ന ഒരു എനർജിയാണ്. അല്ലെങ്കിൽ ഈ ഒരു സമയം നിങ്ങളങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ടാവാം. അപ്പോൾ ഈ സമയം നിങ്ങളൊരു വീട് വയ്ക്കാൻ പ്ലാൻ വരയ്ക്കുന്നുണ്ടായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങളൊരു ബാങ്ക് ലോണിനൊക്കെ കൊടുത്ത് ആ ഒരു ബാങ്ക് ലോണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഒരു വീടിൻ്റെ എനർജിയാണ് ഇതിനകത്തുള്ളത്, അല്ലെങ്കിൽ ഒരു ബിസിനസ്സിൻ്റെ എനർജി. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു വീടും സ്ഥാപനവും ഒക്കെ തുടങ്ങാനുള്ള ആ ഒരു സമയമായിട്ടുണ്ടായിരിക്കാം. കുറേ കാലം കൊണ്ട് ഇത് നിങ്ങൾ വേണമെന്ന് വിചാരിച്ചിട്ടും നടക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു സമയം അത് നിങ്ങൾക്ക് നടക്കുന്നു എന്നാണ് ഇതിൽ കാണുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് സഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു ഫണ്ട് നിങ്ങളുടെ കയ്യിൽ വരുന്ന ഒരു സമയം കൂടിയാണ് എന്ന് കാണുന്നുണ്ട്. മാത്രമല്ല ആ ഒരു മണി എനർജി ഈ സമയം വളരെ ഹൈ ആയിരിക്കും നിങ്ങൾക്കെന്നുള്ളതാണ്. അപ്പോൾ ഈ സമയം പോസിറ്റീവായിട്ടൊക്കെ ഇരുന്ന് നിങ്ങൾ മാനിഫെസ്റ്റേഷൻസ് ചെയ്യുക. അതായത് എൻ്റെ കയ്യിൽ പൈസ ഇല്ല, അല്ലെങ്കിൽ എനിക്ക് ബുദ്ധിമുട്ടാണ്, എനിക്ക് കടമാണ് എന്നൊന്നും നിങ്ങൾ ഈ സമയം പറയാതിരിക്കുക. നിങ്ങൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക. അങ്ങനെ നിങ്ങളുടെ ആ ഒരു വൈബ്രേഷൻ ഒന്ന് നിങ്ങൾ ഉയർത്തി വയ്ക്കുന്നത് നല്ലതായിരിക്കും എന്നുള്ളതാണ് ഈ ഒരു സമയം. അതുപോലെ ഇവിടെ 7 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ ഒരു എനർജി ഉണ്ട്. ഇതിൽ നിങ്ങൾ ചെയ്ത കാര്യത്തിന് ആ ഒരു ഫ്രൂട്ട് ഉണ്ടായി എന്നാണ്. നിങ്ങൾ പാസ്റ്റിൽ കഷ്ടപ്പെട്ട ആ ഒരു കാര്യത്തിന് ഒരു ഫലം കിട്ടുന്ന ഒരു എനർജിയാണ്. അത് എന്തു തന്നെയായാലും നിങ്ങളുടെ ക്ഷമയ്ക്ക് ഒരു റിവാർഡൊക്കെ കിട്ടുന്ന ഒരു സമയമാണ്. അതൊരു ഫ്രൂട്ടായിട്ട് നിങ്ങളുടെ കൈകളിൽ എത്തുന്ന ഒരു എനർജിയാണ്. അപ്പോൾ അത് എൻജോയ് ചെയ്യാൻ നിങ്ങൾക്കിവിടെ പറ്റുമെന്നുള്ളതാണ്. നിങ്ങൾ വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ടിരിക്കാൻ പറ്റുന്ന ഒരു സമയമാണ്. തീർച്ചയായിട്ടും അങ്ങനെ നിങ്ങൾക്ക് സാറ്റിസ്ഫൈഡ് ആയിട്ട് ഇരിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ആ ഒരു കർമ്മത്തിൻ്റെ ഫലം അനുഭവിക്കാൻ പറ്റുമെന്ന്. ഇപ്പോൾ നമ്മൾ ബാഡ്കർമ്മ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് നിങ്ങൾ കുറേ കാലം ചിലപ്പോൾ നിങ്ങൾ ബുദ്ധിമുട്ടിലായിരുന്നുവെങ്കിൽ ഈ ഒരു സമയം നിങ്ങളുടെ ആ ഒരു കർമ്മഫലം, നിങ്ങൾ ചെയ്ത ആ ഒരു നല്ല കർമ്മത്തിൻ്റെ ഫലം നിങ്ങൾക്ക് കിട്ടുന്നു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ആ ഒരു മാറ്റം വരുന്നതിൻ്റെതായിട്ടുള്ള എന്തൊക്കെയോ കാര്യങ്ങൾ ഈ സമയം സംഭവിക്കുന്നു എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. പിന്നെ ഇവിടെ ടെമ്പറൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ സമയം നിങ്ങളുടെ ആ ഒരു സോളിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാൻ തീരുമാനിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ ആ ഒരു ലിമിറ്റേഷൻസ് അതൊക്കെ മറികടന്ന് നിങ്ങൾ പുറത്തേക്ക് പോകേണ്ട ആവശ്യമുണ്ട് എന്നുള്ളതാണ്. മറ്റുള്ളവരുടെ നിയന്ത്രണങ്ങളൊക്കെ നിങ്ങളൊന്ന് മാറ്റി നിങ്ങളൊരു ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കാൻ പറ്റുന്ന ഒരു സമയമാണ് ഇത്. അപ്പോൾ നിങ്ങൾ ചില ചിന്തകൾ, അതായത് എനിക്കിങ്ങനെ പറ്റുകയുള്ളൂ, അല്ലെങ്കിൽ എനിക്കിതിൽ നിന്ന് പുറത്തു കിടക്കാൻ ഒരിക്കലും പറ്റൂല, അങ്ങനെയൊക്കെയുള്ള കുറേ ചിന്തകൾ, അതായത് നമ്മളെ ചെറുതാക്കി കാണിക്കുന്ന ആ ഒരു ചിന്തകളിൽ നിന്നും നിങ്ങൾ പുറത്തിറങ്ങേണ്ട ഒരു സമയമാണെന്നാണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ നമ്മളുടെ ആ ഒരു ലിമിറ്റഡ് ബിലീഫ്സ് നിങ്ങൾ വിട്ടുകളയണം എന്നുള്ളതാണ്. മാത്രമല്ല ഈ ഒരു സമയമെന്ന് പറയുന്നത് നിങ്ങൾക്ക് സെൽഫ് റെസ്പെക്റ്റ് ഒക്കെ തോന്നുന്ന ഒരു സമയമാണ്. അതായത് നിങ്ങൾക്ക് വേണ്ടിയിട്ട്, നിങ്ങളുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യാനുള്ളൊരു സാധ്യതയും കാണുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നു എന്നാണ് കാണാൻ സാധിക്കുന്നത്. പിന്നെ ഇവിടെ 7 ഓഫ് കപ്പിൻ്റെ ഒരു എനർജി ഉണ്ട്. അപ്പോൾ കുറേ അധികം ചോയ്സസ് ഉള്ളൊരു സമയമാണെന്നാണ്. കുറേ കൺഫ്യൂസ്ഡ് ആയിരുന്ന അവസ്ഥയിൽ നിന്നും നല്ലൊരു തീരുമാനത്തിൽ നിങ്ങൾക്ക് എത്തിച്ചേരാൻ സാധിക്കുമെന്നുള്ളതാണ്.
അപ്പോൾ കുറേ ചോയ്സസ് ഉണ്ടെന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് കുറേ കൺഫ്യൂസ്ഡ് ആയ ഒരു അവസ്ഥയാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ മുന്നിൽ ജോലിയുടെ കുറേ ഓഫേഴ്സ് വന്നേക്കാം. ഇപ്പോൾ റിലേഷൻഷിപ്പിലൊക്കെ കുറേ കൺഫ്യൂഷനായിട്ട് ഇരിക്കുന്നുണ്ടാവാം നിങ്ങൾ. ഇവിടെ കുറേ കൺഫ്യൂഷൻ നിങ്ങളിൽ ഉണ്ട് എന്നുള്ളതാണ്. ഒന്നിലധികം കാര്യങ്ങൾ, അതായത് ഇപ്പോൾ സ്ഥലം വാങ്ങുന്ന കാര്യമാവാം, അല്ലെങ്കിൽ ഒരു വീട് വയ്ക്കുന്ന കാര്യത്തിലാവാം, അല്ലെങ്കിൽ നിങ്ങളൊരു വണ്ടി വാങ്ങുന്ന കാര്യത്തിലാകാം, അതല്ലാന്നുണ്ടെങ്കിൽ പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്ന കാര്യത്തിലാകാം. അങ്ങനെ ഒത്തിരി കാര്യങ്ങളിൽ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്ന ഒരു എനർജിയാണ്. അപ്പോൾ അതിൽ കുറേ അധികം ആൾക്കാർക്കും നിങ്ങൾക്കിവിടെ കൃത്യമായിട്ടുള്ളൊരു ഗൈഡൻസ് കിട്ടുന്നു എന്നാണ്. അതായത് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, എന്താണ് തുടങ്ങേണ്ടത്, അല്ലെങ്കിൽ ഏതാണ് തിരഞ്ഞെടുക്കേണ്ടത്, അങ്ങനെ കൃത്യമായിട്ടുള്ള തീരുമാനമെടുക്കാൻ നിങ്ങളിൽ ചില ആളുകൾക്ക് പറ്റുമെന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇവിടെ ഹെർമിറ്റിൻ്റെ ഒരു എനർജി ഉണ്ട്. അപ്പോൾ ഇതിൽ കുറേ ആളുകൾ നിങ്ങളിലേക്കൊന്ന് ഒതുങ്ങുന്ന ഒരു എനർജിയാണ്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ കുറേ കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ സോളിന് വേണ്ടിയിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളെപ്പോഴും ഫിസിക്കൽ ബോഡിക്ക് വേണ്ടിയിട്ട് ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങളുണ്ട്, അതുപോലെ നമ്മളുടെ സോളിന് വേണ്ടിയിട്ട് ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങളുണ്ട്. അങ്ങനെ നമ്മളുടെ സോളിന് വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് പ്രാർത്ഥനകൾ, മെഡിറ്റേഷൻ, അതുപോലെ നമ്മൾ സമാധാനത്തോടു കൂടി ഇരിക്കാൻ പറ്റുന്ന ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കുക. അപ്പോൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടാതെ മറ്റുള്ളവരുടെ നെഗറ്റീവ് എനർജി നമ്മൾ എടുക്കാതിരിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യുക. മാത്രമല്ല ഇവിടെ നിങ്ങൾക്ക് തന്നെ ഒരു വഴിവിളക്കാകുന്നു എന്നുള്ളതാണ്. നമുക്ക് വെളിച്ചമേകിയാൽ മാത്രമേ മറ്റുള്ളവർക്ക് നമുക്ക് ഒരു വഴികാട്ടിയാകാൻ പറ്റുകയുള്ളൂ. അപ്പോൾ നിങ്ങളുടെ ആ ഒരു ഹാർട്ട് ചക്ര ഇവിടെ ശരിക്കും ഓപ്പൺ ആകുന്ന ഒരു സമയമാണ്. ഹാർട്ട് ചക്ര ഹീലിംഗ് ഒക്കെ നടക്കുന്ന ഒരു സമയമാണ്. നിങ്ങളുടെ ഹൃദയത്തിൽ നിന്നും ഒരു സ്നേഹവും പ്രകാശവും മറ്റുള്ളവരിലേക്ക് ഒഴുകുന്നു എന്നുള്ളതാണ്. മാത്രമല്ല ശരിക്കും നിങ്ങൾക്കൊരു സ്പിരിച്വൽ ഗൈഡൻസ് കിട്ടുന്ന ഒരു എനർജിയാണ്. യൂണിവേഴ്സിൽ നിന്നും ഒരുപാട് ബ്ലെസ്സിങ്സ് കിട്ടുന്ന ഒരു സമയം കൂടിയാണ്. അപ്പോൾ ഈ സമയത്തെ നിങ്ങളുടെ ആ ഒരു പ്രാർത്ഥനകൾക്കും മെഡിറ്റേഷനും എല്ലാം നല്ലൊരു കോൺസെൻട്രേഷനൊക്കെ കിട്ടുമെന്നും കാണുന്നുണ്ട്. അതായത് നിങ്ങൾക്കതിന് നല്ലൊരു ഫലം കിട്ടുമെന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ സമയം നിങ്ങൾ മെഡിറ്റേഷനൊക്കെ ചെയ്യാൻ ശ്രമിക്കുക. പ്രാർത്ഥനകൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുക. മാത്രമല്ല ഇവിടെ 8 ഓഫ് പെൻറ്റിക്കിൾസിൻ്റെ ഒരു എനർജി ഉണ്ട്. ഇതിൽ നിങ്ങൾ കുറേ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു എനർജിയാണ്. ഒന്നിലധികം കാര്യങ്ങൾ ഈ സമയം ചിലപ്പോൾ നിങ്ങൾ ചെയ്യുന്നുണ്ടാവാം. പക്ഷേ നിങ്ങളത് വളരെ കോൺഫിഡൻസോടു കൂടി ആ ഒരു കാര്യത്തിന് വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു എനർജിയാണ്. കുറച്ച് സ്ട്രഗിളൊക്കെ ചെയ്ത് നിങ്ങൾ കുറേ കാര്യങ്ങൾ ഇവിടെ നേടിയെടുക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈസി ആയിട്ട് നേടിയെടുക്കാൻ പറ്റാത്ത കാര്യങ്ങളുമുണ്ട് നമ്മുടെ ജീവിതത്തിൽ. അപ്പോൾ അത് സ്ട്രഗിൾ ചെയ്ത് നമ്മൾ ചെയ്താൽ അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് തന്നെ കിട്ടുമെന്നുള്ളതാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യം നിങ്ങൾക്കിവിടെ കിട്ടുന്നു എന്നുള്ളതാണ്. ഇതിൽ കുറേ ആൾക്കാരും ഇപ്പം മടിപിടിച്ച് കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് മാറ്റി വെച്ചിരുന്നുവെങ്കിൽ ഈ സമയം നിങ്ങൾ അത് ചെയ്തു തീർക്കാനായിട്ട് ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. അത്തരത്തിൽ കുറേ ആൾക്കാരും ഇവിടെ ചെയ്തു തീർക്കുന്ന ഒരു എനർജിയാണ് കാണാൻ സാധിക്കുന്നത്. പിന്നെ ഏസ് ഓഫ് പെൻറ്റക്കിൾസിൻ്റെ ഒരു എനർജി ഉണ്ട്. അപ്പോൾ ഇതിലൊരു പുതിയ തുടക്കമാണ്. നിങ്ങളിലേക്ക് പൈസ വരുന്നതിൻ്റെ ആ ഒരു സ്റ്റാർട്ടിംഗ് ആണ് ഈ ഒരു സമയമെന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു സമയം ഡിവൈൻ നിങ്ങൾക്ക് കുറേ അബൻഡൻസ് തരാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ പ്രസൻ്റ്ലി നിങ്ങൾ ചെയ്യാൻ തുടങ്ങുന്ന ചിലപ്പോൾ ഒരു കാര്യമായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ അതിനുവേണ്ടി ഫ്യൂച്ചറിൽ അത് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ടാവാം. അപ്പോൾ അങ്ങനെയുള്ളൊരു കാര്യം അത് നിങ്ങൾക്ക് വളരെ സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്നാണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇത് നിങ്ങളുടെ ഒരു ബിസിനസ് നിങ്ങൾ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്താലും, അഥവാ നിങ്ങളൊരു പുതിയ പ്രോജക്റ്റ് അതിപ്പോൾ എന്താണെങ്കിൽ പോലും അത് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ ചിലപ്പോൾ ഒരുപാട് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലുള്ളൊരു അബൻഡൻസ് ഇതിൽ കിട്ടുന്നു എന്നാണ്. അപ്പോൾ നിങ്ങൾ വളരെ പോസിറ്റീവായിട്ട് തന്നെ ഈ ഒരു സമയം ഇരിക്കാൻ ശ്രമിക്കുക. നിങ്ങൾ ആ ഒരു വരുമാനം നേടുന്നതിന് വേണ്ടിയിട്ട് പുതിയ എന്തോ കാര്യം ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു എനർജിയാണ് കാണാൻ സാധിക്കുന്നത്. പിന്നെ ഇവിടെ ഹൈറഫൻറ്റിൻ്റെ ഒരു എനർജി ഉണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ ആ ഒരു സ്ട്രെങ്ത് എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്.
ഇതിൽ നിങ്ങൾക്കൊരു സ്പിരിച്വൽ ഗൈഡൻസ് എടുക്കുന്ന ഒരു എനർജി ഉണ്ട്. മാത്രമല്ല ഈ ഒരു സമയം നിങ്ങളൊരു ട്രഡീഷണൽ മാരേജിനെ കുറിച്ചൊക്കെ ചിന്തിക്കുന്നുണ്ടാവാം. അപ്പോൾ അതിനുള്ളൊരു സാധ്യതയൊക്കെ കാണുന്നുണ്ട്. മാത്രമല്ല നിങ്ങൾക്കൊരു ഗുരുവിൻ്റെ പ്രസൻസ് ഒക്കെ ഈ സമയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുമെന്നുള്ളതാണ്. നിങ്ങൾക്ക് ഗൈഡൻസ് തരാൻ പറ്റുന്ന ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാനുള്ളൊരു സാധ്യതയും കാണുന്നുണ്ട്. അതുപോലെ പുതിയ ചില കാര്യങ്ങൾ നിങ്ങൾ പഠിക്കാൻ പോകുന്നതിൻ്റെ ഒരു സന്തോഷമൊക്കെ നിങ്ങൾക്ക് ഉണ്ടെന്നാണ്. മാത്രമല്ല നിങ്ങൾക്ക് പുതിയ ചില അറിവുകൾ കൂടി ലഭിക്കുന്ന ഒരു എനർജിയും കാണുന്നുണ്ട്. അതായത് നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു കാര്യത്തെക്കുറിച്ച്, അല്ലെങ്കിൽ നിങ്ങൾ അറിയണമെന്ന് ആഗ്രഹിച്ച, അതായത് ചിലപ്പോൾ ചില സത്യങ്ങളാവാം, ചില കാര്യങ്ങളെക്കുറിച്ച് ചിലപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ക്ലാരിറ്റി വേണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടാവാം. അപ്പോൾ അത്തരത്തിൽ ചില അറിവുകൾ കൂടുതലായിട്ട് നിങ്ങൾക്ക് ചില ആളുകളിൽ നിന്ന് ലഭിക്കുന്ന ഒരു എനർജിയാണ്. ചില ആളുകൾ നിങ്ങൾക്കത് പകർന്നു നൽകുന്നു എന്നുള്ളതാണ്. അവരിൽ നിന്നും നിങ്ങൾ ആ ഒരു സത്യം മനസ്സിലാക്കുന്ന ഒരു എനർജിയാണ്. മാത്രമല്ല നിങ്ങൾക്ക് പോസിറ്റീവ് എനർജി കിട്ടുന്ന ഒരു സ്ഥലത്തേക്ക് പോകാനോ, നിങ്ങൾക്ക് വളരെ പോസിറ്റീവ് എനർജി തരുന്ന ഒരു വ്യക്തിയെ നിങ്ങൾ കണ്ടുമുട്ടാനോ ഒക്കെയുള്ളൊരു സാഹചര്യം ഈ ഒരു സമയം നിങ്ങളിലേക്ക് എത്തുമെന്നും കാണുന്നുണ്ട്. പിന്നെ 2 ഓഫ് കപ്സിൻ്റെ ഒരു എനർജി ഉണ്ട്. അപ്പോൾ ഈ സമയം റിലേഷൻഷിപ്പിലൊക്കെ നല്ലൊരു എനർജിയാണ്, ഒരു പോസിറ്റീവ് എനർജിയാണ്. അതായത് ഒരു യൂണിയൻ കാണുന്നുണ്ട്. നിങ്ങൾക്ക് സന്തോഷിക്കാൻ പറ്റുമെന്നുള്ളതാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിലുള്ളവരെ കാണാനുള്ള അവസരങ്ങളൊക്കെ വന്നു ചേരുന്നുണ്ട്. അവരുടെ ഒരു കോളോ മെസ്സേജോ അങ്ങനെയൊക്കെ നിങ്ങളിലേക്ക് എത്താനും ഉള്ളൊരു സാധ്യതയുണ്ട്. നിങ്ങൾക്ക് അപ്രതീക്ഷിതമായിട്ട് നിങ്ങൾ ഇഷ്ടപ്പെടുന്നവരിൽ നിന്ന് ഒരു ഗിഫ്റ്റൊക്കെ ലഭിക്കാനുള്ളൊരു സാധ്യതയും കാണുന്നുണ്ട്. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തി ചിലപ്പോൾ നിങ്ങളെ കാണാൻ വരുന്നുണ്ടാവാം, അവരൊരു ചിലപ്പോൾ ഗിഫ്റ്റ് നൽകുന്നുണ്ടാവാം. അപ്പോൾ നിങ്ങളുടെ സോൾ കണക്ഷനുള്ള ഒരു വ്യക്തി ഇവിടെ നിങ്ങളെ കാണാൻ വരുന്നു എന്നുള്ളതാണ്. മാത്രമല്ല ഇപ്പോൾ നിങ്ങൾ റിലേഷൻഷിപ്പിലൊക്കെ എന്തെങ്കിലും തെറ്റിദ്ധാരണകൾ മൂലം ഒരു പിണങ്ങിയിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ ആ ഒരു പിണക്കമൊക്കെ മാറ്റാനായിട്ട് അവരിവിടെ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾ തമ്മിലുള്ള ആ ഒരു തെറ്റിദ്ധാരണയൊക്കെ അകന്നു പോയി നിങ്ങളിവിടെ ഒരു പോസിറ്റീവായിട്ടുള്ളൊരു മൂവ്മെൻറ്റ് നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിൽ സംഭവിക്കുന്നു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അവരെ നിങ്ങളോട് ഒരുപാട് ഇഷ്ടത്തോടും പ്രണയത്തോടും കൂടി ഇവിടെ സമീപിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ ചില ആൾക്കാർക്ക് ഇത് പാസ്റ്റിൽ നിങ്ങളെ വിട്ടുപോയ ഒരു വ്യക്തി, അവർ നിങ്ങളെ ഒരുപാട് ഇഷ്ടത്തോടു കൂടി ഇവിടെ നിങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. മാത്രമല്ല ഇതിൽ നിങ്ങൾ എന്തെങ്കിലും പാർട്ണർഷിപ്പിലൊക്കെ ഏതെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ വളരെ ഒരു ഫാസ്റ്റായിട്ടുള്ളൊരു മൂവ്മെൻറ്റ് ഉണ്ടാവുന്നുണ്ട്. അതിനൊരു സക്സസ് ഉണ്ടാകുന്ന ഒരു എനർജിയാണ്. ഒരു ബിസിനസ്സോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു യാത്രയോ അങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് നിങ്ങൾക്ക് ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു എനർജിയാണ്. 3 ഓഫ് കപ്സിൻ്റെ ഒരു എനർജി ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന ആളുകൾക്കൊപ്പം നിങ്ങൾക്ക് വളരെ സന്തോഷമായിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു സമയമാണ് ഇതെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു ഏറ്റവും അടുത്ത ആൾക്കാരുമായിട്ട് നിങ്ങൾക്കൊന്ന് തുറന്ന് സംസാരിക്കാനുള്ള ഒരു സാഹചര്യം അത് ഉണ്ടാകുമെന്നുള്ളതാണ്. എന്തെങ്കിലും തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം പറഞ്ഞു തീർക്കാൻ സാധിക്കുന്നതാവാം. അതുപോലെ നിങ്ങളുടെ അടുത്ത ആളുകളുമായി ചേർന്ന് എൻജോയ് ചെയ്യാനുള്ള ചില അവസരങ്ങൾ നിങ്ങളിലേക്ക് എത്തുമെന്നും കാണുന്നുണ്ട്. നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സുമായിട്ടോ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടോ ഒക്കെ ചേർന്ന് നിങ്ങൾ ഏതെങ്കിലും സെലിബ്രേഷൻസിലൊക്കെ പങ്കെടുക്കുന്നുണ്ടാവാം. ശരിക്കും അബൻഡൻസ് നിങ്ങളിലേക്ക് വരുന്ന ഒരു പ്രതീതിയൊക്കെ നിങ്ങൾക്ക് തോന്നും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു ഇപ്പോഴത്തെ ആ ഒരു സിറ്റുവേഷന് ഒരു മാറ്റം ഉണ്ടാകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്.